അനോമിയിലേക്ക് വന്നപ്പോൾ എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയാൻ എനിക്ക് തോന്നിയത് മലയാളത്തിൽ ഞാനൊരു ത്രില്ലർ ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. ഇപ്പോഴത്തെ ഈ പുതിയ സിനിമകൾ കാണുമ്പോഴും ഞാൻ വിചാരിക്കുകയാണ് ഇവർക്ക് എവിടെയായിരുന്നു ഇവരൊക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ചെയ്തിട്ട് അത്രയും സൊസൈറ്റീനെ കാണിക്കാൻ, നാട്ടുകാരെ കാണിക്കാനോ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു കല്യാണം കഴിച്ചിട്ടും കാര്യം അത് സെറ്റാവാതെ ഹാപ്പി അല്ലാത്ത എത്രയോ പെണ്ണുങ്ങളും എത്രയോ ആണുങ്ങളും ഉണ്ടാവും. സോ കണ്ണൂർ, കാലിക്കറ്റ് ഈ രണ്ട് സ്ഥലത്തും ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. നമ്മൾ വണ്ടിയിൽ ബൈ റോഡ് പോകുമ്പോൾ അവിടുത്തെ കടകൾ കാണുമ്പോൾ അത് പ്രത്യേകിച്ച് സ്നാക്സ് ഐറ്റംസ് വേറെ എവിടെയും അങ്ങനത്തെ സ്നാക്സ് ഒന്നും നമ്മൾ കണ്ടില്ല. വെൽക്കം ബാക്ക് ടു പെർഫ്യൂമിക്സ് സൊറബറ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ആക്ട്രസ് ആണ്. 2002 വയസ്സിലാണ് അദ്ദേഹം മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ആദ്യം ചുവടുവെക്കുന്നത്. 2002 2004 സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഇപ്പം 90 പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു. മലയാളം, തമിഴ്, തെലുഗു എന്ന ഇൻഡസ്ട്രീസിലൊക്കെ അദ്ദേഹത്തിന്റെ കൈയുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഭാര്യ അടക്കം ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഒരു പ്രചോദനം കൂടിയാണ്. നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്ത് കാണും. ലെറ്റ്സ് ഓൾ വെൽക്കം ടുഗദർ ഞാൻ വിശ്വസിക്കുന്ന the real lady superstar, none other than Bhavna Menon. How are you? Good. How are you? Fine. Good. നമ്മുടെ ഈ ഷോയുടെ പേരാണ് സൊറബറ. 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 ഓക്കെ. സൊറബറ എന്താ അറിയോ? നമ്മുടെ ഞാൻ ഒരു കണ്ണൂരുകാരനാണ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അത് ഇങ്ങനെ ചായ കുടിച്ചൊരു കടയിലൊക്കെ ഇരുന്ന് വെറുതെ ഇങ്ങനെ സംസാരിക്കില്ലേ, ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ പറയും സൊറബറ. സൊറബറ നമുക്ക് വെറുതെ സംസാരിച്ചോണ്ട് ഒരു ഹൗസ് ഹോൾഡ് നെയിം ആണ്. നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ കഥയൊക്കെ ഇങ്ങനെ വെറുതെ പറയില്ലേ, അതാണ് സൊറബറ. അങ്ങനെയാണ് സത്യം പറഞ്ഞ ഈ ഒരു ഷോ ഞാൻ 4-5 വർഷം ഉള്ളൊരു ഷോ ആണ്. ആക്ച്വലി ഓൺ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ ഷോ ആയിട്ട് സൊറബറ കഥ പറയും. അതാണ് നിങ്ങളിവിടെ ഇപ്പം വന്നിരിക്കുന്നത് അനോമി എന്ന നിങ്ങളുടെ സാറ ഫിലിപ്പ് എന്നൊരു ക്യാരക്ടറിന്റെ ഭാഗമായിട്ട്. ഞാൻ തോന്നുന്നു ഈ ആഴ്ചയാണ് റിലീസ്. ഇന്നലെ ഞാൻ ട്രെയിലർ കണ്ടു. ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ ത്രില്ലറായിട്ട് പല കാര്യങ്ങളും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ത്രില്ലർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് പക്ഷെ ആ ഒരു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന റൊമാൻറ്റിക് ക്യാരക്ടേഴ്സിൽ നിന്ന് ചേഞ്ച് ആണ്, ജോണർ ക്യാരക്ടറാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഈ പടത്തെ എന്താണ്, വാട്ട് ഷുഡ് വി എക്സ്പെക്ട്? അനോമി ഒരു ഡാർക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ആൻഡ് ചെറിയൊരു സൈഫൈ എലമെൻ്റ് ഉണ്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. എനിക്ക് പേഴ്സണലി ത്രില്ലർ ഫിലിംസ് ഒരുപാട് ഇഷ്ടമാണ്. കുറേ നാളുകളായിട്ട് എനിക്ക് ത്രില്ലർ ഫിലിംസ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ മലയാളത്തിൽ ചെയ്തു വരുന്ന ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം കുറച്ചൊരു ബബ്ലി, വെരി ടോക്കറ്റീവ്, ചെറിയൊരു ഹ്യൂമർ ഉണ്ടാവും. അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഉള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതോ ഞാൻ കന്നഡയിലെ കേസ് ഓഫ് കൊണ്ടാന എന്നിട്ടുള്ള ഒരു ഫിലിം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ പ്രൈം. നല്ല മൂവിയാണ്. അതിൽ ഞാനൊരു പോലീസ് ഓഫീസറാണ്. അതിൽ നിന്നും അനോമിയിലേക്ക് വന്നപ്പോൾ എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയാൻ എനിക്ക് തോന്നിയത് മലയാളത്തിൽ ഞാനൊരു ത്രില്ലർ ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. കാരണം പേഴ്സണലി ത്രില്ലർ ഫിലിംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ത്രില്ലർ മൂവി വരുമ്പോൾ ഞാൻ നാച്ചുറലി കുറച്ച് എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ കഥ കേട്ട് എനിക്ക് താല്പര്യം തോന്നി. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് വായിക്കണം എന്ന് പറഞ്ഞു. വിച്ച് ഐ ഡിഡ്. കുറേ കൂടിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അനോമിയിലേക്ക് എത്തുന്നത്. അനോമി ഇപ്പോൾ എൻ്റെ ഈ സാറ ഫിലിപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ കമ്പോസ്ഡ് ആൻഡ് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫോറൻസിക് അനലിസ്റ്റ് ആണ്. പക്ഷെ ഡീപ് ഡൗൺ ഷീ ഈസ് വെരി വൾണറബിൾ, വെരി ഇമോഷണൽ. ആളുടെ ബ്രദർ ഉണ്ട്, സിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഷെബിൻ ബെൻസൺ ആണ് ചെയ്യുന്നത്. സോ സിയാൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ സിയാൻ പെട്ടെന്ന് ഒരു കാണാതാവുന്ന ഒരു സാഹചര്യം വരുന്നപ്പോൾ തൊട്ട് ഈ സാറ ഫിലിപ്പിൻ്റെ ജേർണി അല്ലെങ്കിൽ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാണ്. സോ അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. എങ്ങനെ സാറ ലൈഫിൽ അത് കുറേ ചോദ്യങ്ങളുടെ ഉത്തരം തേടി സാറ പിന്നെ ഉള്ള ഒരു ജേർണിയാണ് ശരിക്കും. ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ പ്രതീക്ഷിക്കാം. You can say that. Sure. എനിക്ക് I am a very huge thriller fan. Then definitely watch. Yes. അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക്ഡ്. Thank you. എസ്പെഷ്യലി നിങ്ങൾ ഇന്ന് വരുന്ന കേട്ടപ്പോൾ എൻ്റെ വൈഫ് റാണിയ ഷി ഹെൽപ് മീ എ ലോട്ട് വിത്ത് ക്വസ്റ്റ്യൻസ് ടുഡേ. ലോട്ട് ഓഫ് തിങ്സ്. ബിക്കോസ് ഞാൻ തോന്നുന്നു ഒരു വുമണിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ആൻഡ് ഷി വാസ് ഓൾസോ എക്സൈറ്റഡ്. ദ എൻറ്റയർ ടീം നമ്മൾ കുറേ നാളായിട്ട് സനിയാസിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ ഒരു ഷോയിലേക്ക് വരാൻ അത് നമുക്ക് എന്താ വെച്ചാൽ ഒരു മൂവി പ്രൊമോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വി ഹാവ് എ ലോട്ട് ടു ടോക്ക്.
അപ്പോൾ ഒരു പേർപ്പസ് ഉണ്ട് നമ്മൾ സംസാരിക്കുന്നതിന്. അപ്പോൾ അനോമിയുടെ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ തുടങ്ങിയിട്ട് കുറേ ആയി, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 20 days എന്തോ ആയി നമ്മൾ തുടങ്ങിയിട്ട്. പക്ഷെ UAE വന്ന് പ്രൊമോഷൻ ചെയ്തില്ലെങ്കിൽ അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ലല്ലോ. സോ ഇപ്പോൾ ഈ ദുബായ് പ്രൊമോഷൻസിലാണ്. ഇപ്പോൾ ദുബായ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ നോക്കുന്നത്? ദുബായ് വേറെ ഒരു കൾച്ചർ. ഇപ്പൊ പലവരും നമ്മൾ ഈ ഷോയിലേക്ക് വന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്നത് ബിക്കോസ് ദിസ് ഓൺലി ഷോ ഫ്രം ദ മിഡിൽ ഈസ്റ്റ്, ഓൺലി ഷോ. അപ്പം അത് എസ്പെഷ്യലി നമ്മളെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ഓഫ് മലയാളീസ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ UAE. അപ്പം അവിടേക്ക് എല്ലാ പ്രൊമോഷൻസും മിക്ക പ്രൊമോഷൻസും വരുന്നത് ദുബായിലേക്കാണ് ഫസ്റ്റ്. ദുബായിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ദുബായ് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ് ടു ബി ആണ് ദുബായ്. ഒന്നാമത് നമുക്കൊരു 3.5 hours എത്താം. പിന്നെ എത്ര വന്നാലും ബോറടിക്കില്ല എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ദുബായിലേക്ക്. അത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് എപ്പോൾ പോവുകയാണെങ്കിൽ പറഞ്ഞാലും എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടാവും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ദുബായിൽ പുതിയ 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 ബിൽഡിങ്സും പുതിയ കാര്യങ്ങളും ആയിരിക്കും. ഐ നെവർ ഗെറ്റ് ബോർഡ് ഓഫ് ദുബായ്. ഐ റിയലി ഡോണ്ട് നോ വൈ. കാരണം ചിലപ്പോൾ ഞാൻ ഒരു മാസം തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വരുമ്പോഴും ഐ ഹാവ് ദാറ്റ് സെയിം എക്സൈറ്റ്മെന്റ്. എനിക്ക് ഇഷ്ടമാണ് ദുബായിൽ വരാൻ. എല്ലാവർക്കും നല്ലൊരു നല്ല കാര്യങ്ങളാണ് ദുബായിയെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഒരാൾ മാത്രമാണ് ഞാൻ തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഐ തിങ്ക് ദുബായ് ഒരു അത്ര വലിയ ഇതായിട്ടൊന്നുമില്ല, വെറുതെ കുറെ കാശ് പൊട്ടുന്ന ഒരു രാജ്യമാണ് പറഞ്ഞു പോയത്. എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് ഐ എൻജോയ് ദാറ്റ്. നോട്ട് ജസ്റ്റ് ദാറ്റ്, നിങ്ങൾ ഷോപ്പിംഗ് മാത്രമല്ല, നിങ്ങൾ ഒരിടത്ത് പറഞ്ഞിരുന്നു ട്രെയിനിങ് ഒക്കെ ഞാൻ 5 ദിവസമൊക്കെ ഞാൻ ചെയ്യും, പക്ഷെ ഭക്ഷണം അത് ഞാൻ ഒഴിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ്ങിനും ഞാൻ യു ആർ എ വെരി ഗുഡ് ഫുഡി അല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതൊക്കെയാണ്? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. എനിക്കൊരു എല്ലാം ഇഷ്ടമാണ്. എസ്പെഷ്യലി നിങ്ങൾ ദുബായിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സ്പെസിഫിക് ഡെസ്റ്റിനേഷൻസ് ഉണ്ടോ? അയ്യോ, എനിക്ക് എൻ്റെ ഫ്രണ്ട് ശില്പ ഇസ് ഫ്രം ദുബായ്. അപ്പോൾ അവൾ എന്നെ കൊണ്ടുപോയ ഒരു സ്ഥലത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് പേര് ഓർമ്മയില്ല ആ സ്ഥലത്തിൻ്റെ. അറബിക് ഫുഡായിരുന്നു. അറബിക് കുറച്ചൊരു മറന്നുപോയി ആ സ്ഥലത്തിന്. എന്താ ഡമ്മ മറന്നു. ഇതൊന്നും പേര് ഓർത്ത് വെക്കാൻ പറ്റുന്ന സ്ഥലത്തിന് മറന്നുപോയി. അത് അടിപൊളിയായിരുന്നു. അതായത് ഒരു അവിടെ കൊണ്ടുപോയി ആൻഡ് ഐ റിയലി എൻജോയ്ഡ്. ആൻഡ് ദർ വാസ് അനദർ പ്ലേസ് ശില്പ അച്ഛനും അമ്മയും കൊണ്ടുപോയതും അതും അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ വേറെ വേറെ ക്യൂസിൻസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സോ ഇത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ 90th മൂവിയാണ് ഇപ്പം നിങ്ങൾ അനോമി ആയിട്ട് നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത വർഷം നിങ്ങൾ സിൽവർ ജൂബിലിയും കൂടി ആവും ആക്ച്വലി മൂവി ഇൻഡസ്ട്രിയിൽ. ഓൾമോസ്റ്റ് 25 years ആകാൻ പോവാണ്. ആരും അറിയാതെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് എൻ്റെ 15th age തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് മൂവി ഇൻഡസ്ട്രി. സോ ഹൗ എക്സൈറ്റഡ് ആർ യു വെൻ യു തിങ്ക് ഓഫ് ഓൾ ദീസ് തിങ്സ്? ബിക്കോസ് നെക്സ്റ്റ് ഇയർ ഇസ് ഗോണ ബി 25 years ഇൻ ദ മൂവി ഇൻഡസ്ട്രി. അങ്ങനെ ആലോചിക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് ആക്ച്വലി അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒരു മൂവി ഇറങ്ങി അത് സക്സസ് ആകുമ്പോഴൊക്കെയാണ് എക്സൈറ്റ്മെന്റ്. നമ്മൾ എത്ര വർഷം മൂവി ചെയ്ത് എത്ര മൂവി ചെയ്തുള്ളൊന്നും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറായിട്ട് തോന്നാറില്ല. ബിക്കോസ് വളരെ യങ് ഏജിൽ തുടങ്ങിയതാണ് ഈ കരിയർ. നമ്മളിങ്ങനെ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഞാൻ കന്നഡയിലൊക്കെ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്പർ ഓഫ് മൂവീസ് ഓർ ദ ഇയേഴ്സ് യുവർ വർക്കിന് ഒരിക്കലും എക്സൈറ്റ്മെന്റ് തരാറില്ല. ഒരു മൂവി സക്സസ് ആവുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ അത് നമ്മൾ ഇട്ട ഒരു ഹാർഡ് വർക്ക് അതിനൊരു റെക്കഗ്നിഷൻ കിട്ടുമ്പോഴാണ് എനിക്കൊക്കെ എക്സൈറ്റ്മെന്റ്. എസ്പെഷ്യലി ദ ഫസ്റ്റ് മൂവി നമ്മൾ 15-ാം വയസ്സിൽ നിങ്ങൾ അതിൻ്റെ അകത്താണ് ഫസ്റ്റ് ചൂട് വയ്ക്കുന്നത്. നിങ്ങൾ പലയിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പല ഇൻ്റർവ്യൂസിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരു നടിയാവണം എന്നുള്ള, ഒരു ആക്ട്രസ് ആണ് മൂവി ഇൻഡസ്ട്രിയിലേക്ക് കയറണം എന്നുള്ളത്. ബട്ട് എന്തോ നിങ്ങൾ പ്ലാറ്ററിൽ ഇട്ടെന്ന പോലെയാണ് ആ ഒരു പടത്തിൻ്റെ കോള് വന്നതെന്നൊക്കെ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു മൂവിയിൽ നിങ്ങളുടെ ഫസ്റ്റ് ക്യാരക്ടറിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമ്പോൾ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് അഭിനയം തുടങ്ങിയ ഒരു സമയം നിങ്ങൾ എന്തായിരുന്നു ചിന്തിച്ചത്? ഞാൻ എൻ്റെ അച്ഛൻ മൂവി ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഞാൻ ഇങ്ങനത്തെ കുറേ കഥകൾ കേട്ട് എവിടെയൊക്കെയോ എൻ്റെ ഉള്ളിൽ ഐ വോണ്ടഡ് ടു ബി ആൻ ആക്ട്രസ് എന്നുള്ളൊരു സാധനം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. മൂവി ഭയങ്കരമായിട്ട് ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യായിരുന്നു എന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈവൻ സ്കൂളിലുമൊക്കെ എൻ്റെ പഴയ ഇപ്പോൾ 10th ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സത്യമായ ചിരി വരും. കാരണം അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് see you on big screen, dated till you become an actress, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ റെഫറൻസസ് എൻ്റെ ഓട്ടോഗ്രാഫിലുണ്ട്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവൻ അവിടെ നമ്മൾ മൂവി ചെറിയ ആഡൊക്കെ ഞാനപ്പോൾ ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഈവൻ ടീച്ചേഴ്സ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലേ സിനിമ നടി, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. സോ എവിടെയൊക്കെയാണ്, പക്ഷെ ഐ നെവർ ട്രൈഡ് ഫോർ ഇറ്റ്. ഒരിക്കലും അതിന് വേണ്ടി വർക്ക് ചെയ്യേ അവിടെ എവിടെയും പോയിട്ട് നമ്മൾ ഓഡീഷൻ കൊടുക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
അപ്പം നമ്മളുടെ ഒരു കോള് വന്നപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. നമ്മളത് ചെയ്യോ ഇല്ലേ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ മൂവി നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദിവസം രാവിലെ കോൾ വന്നിട്ട് പറയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വർക്ക് ഉണ്ടാവും. അപ്പോൾ അതുവരെയുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി പിന്നെ ഒരു പേടിയായി. കാരണം ഞാൻ ഇന്ന് വരെ ഒരു ഓഡീഷൻ ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിഞ്ഞു. ഇവൻ എൻ്റെ അച്ഛൻ വരെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇവള് ഡാൻസ് കളിക്കും സ്കൂളിലൊക്കെ എല്ലാം ഇങ്ങനത്തെ ഇതിൽ ചെയ്യുന്നല്ല, ഇവളെന്താ കാണിക്കണം നമുക്ക് അറിയാം എന്തെങ്കിലും എന്നൊക്കെ. അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തി. ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഈ ഫുൾ ഒരു ലുക്ക് മാറ്റുന്ന കാര്യം തന്നെ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കമൽ സാർ. ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ സിനിമയിൽ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിലാണ് ഈ ക്യാരക്ടർ എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം തന്നെ എൻ്റെ പകുതി സ്വപ്നങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടൊക്കെ ഈ കുച്ചു കുച്ചു ഹോത്താഹയും ഒക്കെ കണ്ടിട്ടൊക്കെ ഞാൻ ഭയങ്കര അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ വരിക നമ്മള്. അപ്പം മറ്റേ സ്ലോ മോഷനിൽ വന്ന് ഇറങ്ങുന്നു, ഹെയർ ഫ്ലിപ്പ് അടിക്കുന്നു, അങ്ങനത്തെ ഒക്കെ. അപ്പം ഇതിന് ഭയങ്കര ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു സംഭവം തോന്നി എനിക്ക്. പക്ഷെ പിന്നെ ചെയ്ത് വന്നപ്പോൾ അത് എൻ്റെ അടുത്ത് കമൽ സാർ പറഞ്ഞ റെഫറൻസസ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ കണ്ടിട്ടുണ്ടോ, അതിലെ രേവതിയുടെ പോലത്തെ ഒരു ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു എന്നുള്ള ഒരു കാര്യം. പക്ഷെ ടു ബി ഓണസ്റ്റ് ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടോ ഒന്നുമല്ല, അങ്ങ് ചെയ്തു. പിന്നെ ചെയ്യുമ്പോൾ ആ ഒരു എൻകറേജ്മെൻറ്റ് അപ്പം നമുക്ക് ലൈവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഐ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് ഷോട്ട് ചെയ്തപ്പോഴത്തേക്കും ലൈക്ക് എവറിബഡി ക്ലാപ്ഡ് ഫോർ മീ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. ഈവൻ എൻ്റെ അച്ഛനും ഒക്കെ ഐ സ്റ്റിൽ റിമെമ്പർ ഹിസ് ഫേസ്. അച്ഛനിങ്ങനെ എന്നുള്ള പോലെ കുഴപ്പമില്ലല്ലോ എന്നുള്ള പോലത്തെ ഒരു ഫേസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് പ്രോസസ്. ഞാനൊന്നു അച്ഛൻ സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് നിങ്ങൾ പണ്ടേ തൊട്ട് സെറ്റിൽ അത്ര ആക്സസ് ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഒന്നും ഒരു ലൊക്കേഷനും കൊണ്ടുപോയിട്ടില്ല. ഇല്ല. ഒന്നാമത് അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഓരോ ലൊക്കേഷൻ കഥകൾ പറയും, പക്ഷെ അല്ലാതെ കൊണ്ടുപോകാൻ കാരണം അച്ഛൻ വർക്കിന് പോകുമ്പോൾ നമ്മളെന്ന് നോക്കി ചെറിയ കുട്ടികളല്ലേ, നമ്മളെ നോക്കി നിൽക്കാൻ പറ്റൂല അച്ഛൻ എന്തായാലും. അപ്പം അങ്ങനെ ലൊക്കേഷനൊന്നും കൊണ്ടുപോയിട്ടില്ല. ആ കഥകൾ തന്നെയാണ് ഒരു പ്രചോദനമാക്കിയത്. പിന്നെ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു കൊടയുടെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു വർഷം 7ഓളം പടങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ് ഇറ്റ് ലൈക്ക് അത് ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ സംഭവിച്ചാണ്? അല്ല, നമ്മൾ ആ സമയത്തൊക്കെ ഇപ്പോൾ ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പടത്തിന് ചിലപ്പോൾ ഒരു 15 ദിവസമേ വേണ്ടിയുള്ളൂ, വേറൊരു പടത്തിന് 25 ദിവസം, വേറൊരു പടത്തിന് ചിലപ്പോൾ ഒരു 30 days. അപ്പോൾ നമുക്കിങ്ങനെ സൈമൾട്ടേനിയസ്ലി നല്ല പ്രോജക്ട്സ് എന്ന് കോൾ വരുമ്പോൾ അയ്യോ ഡേറ്റ് ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ പടത്തിന്റെ മാനേജറും ആ പടത്തിന്റെ മാനേജറും കൂടി സംസാരിക്കും. അപ്പോൾ എന്നാ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 15 തൊട്ടിട്ട് 25 വരെ ഓക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചാൽ മതി അങ്ങനെ. സോ ഇറ്റ് വാസ് ഓൾ സെറ്റ്. നമ്മൾക്ക് ഇപ്പോഴാണ് ഒരു പടം ചിലപ്പോൾ 40 ദിവസം 45 ദിവസമൊക്കെ, അന്നെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ തീരും. ഞാൻ രാത്രി ഒരു പടത്തിന് ഷൂട്ട് ചെയ്തിട്ട് പകൽ വേറെ പടത്തിനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ലോലിപോപ്പ് ഷൂട്ട് ചെയ്തിട്ട് റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ 2020 ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇത് നൈറ്റ് സീനാണ്. അപ്പോൾ ഫുൾ നൈറ്റ് ഞാൻ 2020 ഷൂട്ട് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ തൊട്ടല്ലോ അങ്ങനെ ഞാൻ സോംബി മോഡലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ ഫൺ. അപ്പോൾ ഉറക്കമില്ലാത്തതിൻ്റെ ക്രാങ്കിനെസ്സും വിഷമം വരലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ വെൻ ഐ ലുക്ക് ബാക്ക് ഞാൻ ഹാപ്പിയാണ്. നിങ്ങളിപ്പോൾ അനോമി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആ ക്യാരക്ടർ നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫേസോ എന്തോ കാര്യങ്ങളോ അതിൻ്റെ അകത്ത് ആ പടത്തിൻ്റെ അകത്ത് ഉള്ളതുപോലെ? ഞാൻ യു ഹാവ് എ ബ്രദർ അല്ലേ, അതിന് നിങ്ങൾ പല ഇന്റർവ്യൂസും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു യു ആസ് എ ബ്രദറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നി ദാറ്റ്സ് ആൻ ആപ്പ് മൂവി ഫോർ മീ സിൻസ് യു ലൈക്ക് ത്രില്ലേഴ്സ് ഓൾസോ. ഇത് ആക്ച്വലി പടം ഞാൻ കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഇംപ്രസ്ഡ് ആയതാണ്. ആൻഡ് ബ്രദർ ഇതിലെനിക്ക് അനിയനാണ്, എനിക്ക് എൻ്റെ ഇതിൽ ചേട്ടനാണുള്ളത്. പക്ഷേ ഓഫ്കോഴ്സ് നമുക്ക് നമ്മുടെ സിബ്ലിങ്സ് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്സ് ഉണ്ടാവും. സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും എന്തെങ്കിലും ചിലപ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സാറ കുറച്ച് പ്രാക്ടിക്കലാണ് ഞാനും. ഓക്കെ ഹാപ്പൻ ഇസ് ഹാപ്പൻ, വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് ആലോചിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഇന്നിങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ സൽക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം അത് എനിക്ക് ഉണ്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് തോന്നി. ആൻഡ് ഐ ഹാവ് ഓൾസോ ഹേർഡ് യു ലവ് ട്രാവലിംഗ്, ഭയങ്കര ട്രാവൽ എന്തൂസിയാസ്റ്റാണ്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഞാൻ തോന്നുന്നു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാവൽ വന്ന് തന്നെ സ്വപ്നക്കൂട് എന്നൊരു പടത്തിലാണ്. അതിൻ്റെ അകത്താണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ഒരു പാട്ട്, ബിക്കോസ് ഐ ആം ഓൾസോ മില്ലേനിയൽ. ഏറ്റവും ഞാൻ പാടിയും കേട്ടും വളർന്നൊരു പാട്ടാണ്. ആൻഡ് അതിൻ്റെ ഒക്കെ ഷൂട്ട് സ്വിറ്റ്സർലൻഡ്, ഐ തിങ്ക് ഓസ്ട്രിയ, വിയന്ന എന്നിവ സ്ഥലങ്ങളിലൊക്കെ. ഇന്ന് ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഐ തിങ്ക് പ്രൊലി മാണിയുടെ ഈ ഒരു ഷോട്ട് ഫസ്റ്റ് ഒരു ഇത് കണ്ടു.
ആൻഡ് ദാറ്റ് വാസ് എ വെരി ഇമ്പോർട്ടന്റ്. ഞാനും എന്റെ ഭാര്യയും പ്ലാൻ ചെയ്ത ആ ഒരു പാട്ടായിരുന്നു. ലൈക്ക് അത് പാടാം നമുക്ക് ഒരുമിച്ച്. ആൻഡ് യു വർ സിംഗിങ് വിത്ത് പേർലി മാൻ ദ സെയിം തിങ്. എന്നപ്പോ നമ്മള് പറഞ്ഞു, ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഓൾറെഡി ഔട്ട്. അയ്യോ, ഞാൻ ചെയ്തു വെച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഞാൻ പ്ലാൻ ചെയ്തു വെച്ചത്. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, എനിവേസ് യു നോ ഇറ്റ്സ് ജസ്റ്റ് ഔട്ട് ടുഡേ, വിൽ ആസ്ക് ഹർ ഹൗ യു ഫെൽറ്റ്. ബിക്കോസ് ഇപ്പൊ ഞങ്ങളും കുറച്ച് ഇപ്പം ഈയിടെ 2 വർഷമായിട്ടാണ്. ആൻഡ് she has covered more countries than me, 25 to 30 countries. I have covered 15 to 17 countries. അപ്പം ഈ ട്രാവൽ എൻതൂസിയാസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ ഈ ട്രാവലേഴ്സ് എന്നെ പോലത്തുള്ള ട്രാവൽ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നവരോട്, ഹൗ വാസ് യുവർ ദാറ്റ് സ്പെസിഫിക് എക്സ്പീരിയൻസ്, യുവർ ഫസ്റ്റ് ടൈം ആൻഡ് പ്രസന്റ്? ഞാനിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ ഒരു ബാക്ക് അങ്ങനെ ഞാൻ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ട്രാവൽ എക്സ്പേർട്ടാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ട്രാവലിംഗ് ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നത് സ്വപ്നക്കൂട് പാട്ട് ഇതിനാണ്. ഓസ്ട്രിയ, വിയന്ന, സ്വിറ്റ്സർലൻഡ് ഒക്കെ ഞങ്ങൾ കറങ്ങി. അപ്പോൾ അന്ന് ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് ആണ്, പക്ഷെ സെയിം ടൈം നമുക്ക് ടെൻഷനാണ്. ബിക്കോസ് ഷൂട്ട് രാവിലെ എഴുന്നേൽക്കുക, റെഡി ആവുക, ഷൂട്ടിങ്ങിന് പോവുക. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കറുപ്പിനഴകിൻ്റെ സോങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്കൊരു ഇങ്ങനെ ഡ്രസ് ചേഞ്ച് അതിനകത്ത്. അപ്പം ഞങ്ങൾക്ക് ഒരു കറുപ്പിനഴക് എന്ന് പറയുമ്പോഴത്തേക്കും കമൻസ് ഓക്കെ ഡ്രസ് ചേഞ്ച്, അപ്പോൾ ഞങ്ങൾ ഓടും, എന്നിട്ട് ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരണം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഓരോ ലൊക്കേഷൻ അപ്പോൾ ഇവിടെ നമുക്കൊരു കട്ടെടുക്കാം, ഓക്കെ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ പറ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ക്യാരവൻ അതൊന്നും അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റലും അങ്ങനെ. പക്ഷേ ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ട്രാവലിംഗ് ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ലാസ്റ്റ് ദുബായ്, ഇപ്പോൾ ഞാനൊരു ട്രാവലിംഗ് എന്ന് ഞാനിപ്പോൾ കൂട്ടാറില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് വരിക നമ്മൾ നിൽക്കുക പോവുക. അല്ലാതെ ഇപ്പോൾ ഞാനൊരു ലോങ് ട്രാവൽ ചെയ്തത് ലാസ്റ്റ് സെപ്റ്റംബർ ഐ വാസ് ഇൻ US ഒരു 1 month. അവിടെ നമ്മൾ ഷോയ്ക്ക് വേണ്ടി പോയതാണ്. പക്ഷെ എനിക്കിഷ്ടമാണ്. ബിക്കോസ് നമ്മൾ കുറേ മാറി നിൽക്കുമ്പോഴേ എന്താ മനസ്സിലോ വി ആർ അവേ ഫ്രം എവറിഥിങ്. എല്ലാ പ്രശ്നങ്ങൾക്കും കുറേ ദൂരെയാണ് നമ്മളെ ആർക്കും റീച്ച് ആവാൻ പറ്റില്ല, ആർക്കും നമ്മളിവിടെ അറിയില്ല എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. അത് ഭയങ്കരമായിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ റിയാലിറ്റി എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുമ്പോൾ ഒരു വിഷമം തോന്നും. ചില സമയത്ത് തിരിച്ചു വരുമ്പോൾ US ദുബായ് വരെ എത്തുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ദുബായ് ടു കൊച്ചിൻ ഫ്ലൈറ്റിൽ ഇരുന്നുമ്പോൾ പിന്നെ അങ്ങ് ആകെ ഒരു ഡള്ളായി പോകും നമ്മൾ. ഓ ബാക്ക് ടു റിയാലിറ്റി, ബാക്ക് ടു ലൈഫ് എന്നുള്ള. കാരണം ആ ഒരു ഫെയറി ടെയിൽ അവിടെ അവസാനിച്ചു എന്നുള്ളൊരു സംഭവം. അവിടെ ഇങ്ങനെ നമ്മൾ റോട്ടിൽ ഇറങ്ങി നടക്കുകയാണ്, എവിടെയെങ്കിലും കയറി ഷോപ്പ് ചെയ്യാണ്, ഏതെങ്കിലും കഫേ പോയി ഭക്ഷണം കഴിക്കുന്നു, ആരെയും നമുക്ക് പരിചയമില്ല, അവർക്കും നമ്മളെ അറിയില്ല. നമ്മൾ ആ ഒരു നോർമൽ ഇത് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് ബാക്ക് ടു റിയാലിറ്റി, ബാക്ക് ടു പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹെവി ഹാർട്ട് ഫീലാണ്. അതുകൊണ്ട് ട്രാവലിംഗ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കറക്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് റീസെന്റ് ഞാൻ ലണ്ടനിൽ ട്രാവലിംഗ് കഴിഞ്ഞ് വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 100 തവണയെങ്കിലും എന്റെ ഫാമിലിയോട് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് ലണ്ടനിലേക്ക് പോകണം, എനിക്ക് തിരിച്ച് ലണ്ടനിലേക്ക് പോകണം. വേറൊന്നുമല്ല, ഐ തിങ്ക് നോ കമ്മിറ്റ്മെന്റ്സ്, നോ കോൾസ്, ഒരു പ്രഷറും ഇല്ല. ഞങ്ങളവിടെ പോവാ, വലത്തോട്ട് പോണോ അല്ലെങ്കിൽ ഇടത്തോട്ട് പോണോ, ഇങ്ങോട്ട് നടക്കാം അല്ലെ അങ്ങോട്ട് നടക്കാം, എനിക്ക് മടുത്തു, ഇനി ബസ് കയറി പോവാം. വെറുതെ ഒരു കഫേയിൽ കയറി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം. ആരും നമ്മുടെ അടുത്ത് ജഡ്ജ് ചെയ്യാനില്ല, ഒന്നിനുമില്ല. അതൊരു ഭയങ്കര ഒരു ഫീലാണ്. ഐ തിങ്ക് ദാറ്റ് ദോസ് മൊമെന്റ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് അല്ലേ. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ നിങ്ങളുടെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ലൈഫ്. സോ എല്ലാവരും ട്രാവൽ ചെയ്യാം, മറക്കരുത്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയത് നിങ്ങൾ ക്രോണിക് ബാച്ചിൽ മമ്മൂക്ക സെറ്റിലുള്ള സമയത്ത് ഓൾ സീനിയർ ആക്ടേഴ്സ് ആണ്. ആൻഡ് മമ്മൂക്ക ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എണീറ്റ് ഒരു റെസ്പെക്ട് കൊടുക്കും, തിരിച്ചാൻ കൊടുക്കും. അപ്പോൾ കുറേ പ്രാവശ്യം അവസാനം മമ്മൂക്ക പറഞ്ഞു അല്ലേ, അതൊരു റിയാക്ഷൻ പുള്ളിയുടെ നിന്ന് ഉണ്ടായി. എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ എനിക്ക് നിൽക്കണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾ എണീക്കാറുണ്ടോ? ഓഫ് കോഴ്സ്. അതിപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എഴുന്നേക്കും. ദാറ്റ് ഇസ് എ റെസ്പെക്ട് വി ഗിവ് ഫോർ ദെയർ വർക്ക്. അതെന്തായാലും അതൊരു സീനിയർ ആക്ടർ വരുമ്പോൾ, നമ്മൾ സീനിയർ ഡയറക്ടർ വരുമ്പോൾ, ഒരു സീനിയർ ടെക്നീഷ്യൻ വരുമ്പോൾ നമുക്ക് അവരോടുള്ള റെസ്പെക്റ്റ് ആണത്. അതിനി എത്ര കാലം കഴിഞ്ഞാലും എന്ത് വന്നാലും അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രിപ്പയർ ആവുന്നതേ അല്ല. അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയപ്പോൾ അതൊരു റെസ്പെക്റ്റ് ആണ്, വിച്ച് ഇസ് ഗുഡ്. അത് അവർ ചെയ്ത വർക്കിനുള്ള നമ്മുടെ റെസ്പെക്റ്റ് ആണ്. അങ്ങനെയുള്ള ഏതെങ്കിലും സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ഒരു പടം വരുന്നുണ്ടോ? എന്തെങ്കിലും പ്ലാനിലുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. കാരണം ഒന്നാമത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു ഏജ് കഴിയുമ്പോൾ ഇപ്പോൾ ഈ 20s നമ്മൾ ബാക്ക് ടു ബാക്ക് ഷൂട്ടായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ട് ഓഫ് തിങ്സ്, അതായത് എനിക്ക് പറ്റിയ ക്യാരക്ടറാണെന്ന് അവർക്ക് തോന്നണം, എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്, അത് എനിക്ക് ഇഷ്ടപ്പെടണം, എനിക്ക് ഇഷ്ടപ്പെട്ട് ബാക്കിയെല്ലാം ഓക്കെ ആകുമ്പോഴാണ് നമ്മളൊരു മൂവി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളൊരു ആക്ടറാണ് എന്ന് കരുതി നമുക്ക് എല്ലാ മാസവും ഷൂട്ടിങ്ങൊന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് അത് അങ്ങനെയാണ്. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ മൂവിയൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി, നമ്പർ ഓഫ് മൂവീസ് മാറിയിട്ടുണ്ട്, വരുന്ന രീതികൾ മാറിയിട്ടുണ്ട്. സോ പണ്ട് എന്ന് വെച്ചൊരു ഫോർമുല ഉണ്ട്, ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ എന്തായാലും ഉണ്ടാവും പടത്തിന്. ഇപ്പം അങ്ങനത്തെ ഫോർമുല ഇല്ല.
അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആൾക്കാർ ഇത് ഭാവന ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു ഡിസ്കഷൻ എന്നാണ് അത് എന്നിലേക്ക് എത്തുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാനത് ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ എത്രയോ പടങ്ങൾ നമ്മൾ കഥയായിട്ട് എനിക്ക് അങ്ങനെ അത്ര വർക്കായില്ല കേട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. അത് എനിക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നു. ഇപ്പം അനോമി February 6th റിലീസാണ്. അതിന് എങ്ങനെ വന്നാലും, അതിനിപ്പോൾ ഒരു ഭയങ്കര നന്നായി വന്നാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് ഉടനെ തന്നെ മാർച്ചിൽ അടുത്ത റിലീസൊന്നും ഉണ്ടാവില്ല. അടുത്തൊരു നല്ല പ്രോജക്റ്റ് ഷുഡ് ഹാപ്പൻ. അത് നല്ലൊരു കഥ വരണം. ചിലപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് ചിലപ്പോൾ ഒരു 5 കഥ കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ 5 കഥയും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെടാതെ നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു എന്നുള്ളൊരു സാധനം. അപ്പോൾ മൂവീസ് പ്രത്യേകിച്ച് നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ജെനുവിനായിട്ട് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നും. അപ്പോൾ അത് കാരണം നല്ല പ്രോജക്റ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ചെയ്യും എന്നുള്ളൊരു ഇതാണ്. വേറെ മൂവി മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉർവശി ചേച്ചിയൊക്കെ കൂടെയുള്ള ഒരു ഫൺ ഫിലിമാണ്. പക്ഷെ അത് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ then കന്നഡയിലെ ഒരു ഫിലിമാണ് ചെയ്തത്. കന്നഡയിൽ ഞാനിപ്പോൾ ഒരു ഫിലിം ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ബാക്കി വർക്കൊക്കെ നടന്നുണ്ട്. എസ്പെഷ്യലി ഡിഫറെന്റ് മൂവി ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ we always ask this to different personalities. Is there any difference especially when it comes to these industries? അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസസ് തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ ബാക്കി എല്ലായിടത്തും 9 to 6 ആണ് നമ്മുടെ വർക്ക് ഉണ്ടാവുക. 9 to 6 കഴിഞ്ഞാൽ പാക്കപ്പാണ് നമുക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ 9 വരെ ഉണ്ട്, അല്ലെങ്കിൽ നൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മുൻപേ പറയും. അപ്പോൾ നൈറ്റ് ഷൂട്ട് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഷൂട്ട് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. ഇങ്ങനത്തെ ലക്ഷറി മലയാളത്തിൽ അധികം കുറവാണ്. നമുക്ക് എപ്പോഴും 9 to 9 ആയിരിക്കും. 9 എന്ന് പറഞ്ഞാലും ചിലപ്പോൾ രാത്രി 9:30 9:45 ആവും. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ഡയറക്ടേഴ്സ് ഒരു 7 മണിയാകുമ്പോൾ വരാൻ പറ്റും നമുക്ക്. അപ്പോൾ ചില സമയം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പോകണ്ടേ ഒരു റെസ്റ്റ് കുറവായിരിക്കും. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അല്ലാതെ വേറെ അങ്ങനെ പറയത്തക്ക ഭയങ്കര ചേഞ്ചസ് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വൈഫ് ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്, യാത്ര ചെയ്യുമ്പോഴും അതേപോലെ എവിടെ പോയ ഏത് പരിപാടിക്ക് പോകുമ്പോൾ യു ആർ വെരി വെൽ പ്രിപ്പയർഡ് ആൻഡ് ഈവൻ ഐ കെൻ റിലേറ്റ്. അവളും മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഒരു പ്ലേലിസ്റ്റ് പ്ലേ ചെയ്യും പല പാട്ടുകളും. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലേലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ മേക്കപ്പ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ? എനിക്ക് ഓഫ് കോഴ്സ് പ്ലേലിസ്റ്റ് ഉണ്ട്. മലയാളത്തിൻ്റെ ഒരു വലിയ പ്ലേലിസ്റ്റ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴുണ്ട്, തെലുഗു, കന്നഡ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഗംഭീരമായിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു പെർട്ടിക്കുലർ പ്ലേലിസ്റ്റ് അപ്പോഴത്തെ മൂഡ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ തമിഴായിരിക്കും, ചിലപ്പോൾ മലയാളമായിരിക്കും, ചിലപ്പോൾ അതും വെക്കാൻ പോലും മറന്നു പോകും. അങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു ഇന്ന പ്ലേലിസ്റ്റ് എന്നുള്ളത് കുറവാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ അകത്ത്, ബിക്കോസ് എന്റെ വൈഫിന്റെ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് മൈനാണ്. നമ്മളിപ്പോ കുറച്ച് ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ നമുക്ക് വേണ്ടുന്ന അതേപോലെ ഡാപ്സിന്റെ ഒക്കെ പ്ലേലിസ്റ്റ് നമ്മുടെ MHR ഒക്കെ പ്ലേ ചെയ്യും. പക്ഷെ അവളുടെ കുറച്ചും കൂടിയും എന്തായാലും പറയാ, ഇറ്റ്സ് മോർ ലൈക്ക് ദിൽജീത്, പഞ്ചാബി, പണ്ടത്തെ നോർത്ത് ഇന്ത്യൻ സോങ്സ്, ബോളിവുഡ് സോങ്സ്, അങ്ങനത്തൊക്കെയാണ് അവളുടെ പ്ലേലിസ്റ്റ്. സോ എപ്പോഴും എനിക്കൊരു കൗതുകമാണ്, ഇത് ഇങ്ങനെ തന്നെയാണോ ഫോർ ഓൾ ദ വിമൻ ഔട്ട് ദെയർ. എനിവേസ്, സോ അടുത്ത എനിക്കറിയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ക്ലോസ് ഫ്രണ്ട്സ്, നിങ്ങൾ അടുത്തുള്ള, ഞാൻ പലവിടെയും കേട്ടിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ദുബായിൽ ശില്പ. ആൻഡ് ഒരാളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂവും അതിൻ്റെ ആഴവും നമ്മൾ അറിയാൻ പോകുന്നത് അവരുടെ അടുത്ത് ഒന്ന് കാശില്ലാത്ത സമയത്തും അല്ലെങ്കിൽ അവരുടെ വലിയൊരു പ്രശ്നം അനുഭവിക്കുകയാണ്. സോ ഇൻ ദാറ്റ് വേ, ആസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ, ഫോർ മീ ഓൾസോ, എനിക്ക് വളരെ ക്ലോസ് സർക്കിളാണ്. So when friends come as a topic, what do you think always? What do you say? ഫ്രണ്ട്സ് നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഇല്ല. കാരണം എനിക്കങ്ങനെ ഒരിക്കലും പ്ലാൻ ചെയ്ത ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഓർഗാനിക്കലി. അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ചിലർ ഇയാളെ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അപ്പം നമുക്ക് ഫ്രണ്ട് ആക്കാം, അല്ലെങ്കിൽ ഇയാളെ, എനിക്കത് ഒരിക്കലും സെറ്റാവുന്ന കാര്യമേ അല്ല. ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല അതൊക്കെ ഡസൻറ്റ് മാറ്റർ. നമുക്ക് കണക്ഷൻ തോന്നുന്ന ആൾക്കാരായിട്ട് ഓർഗാനിക്കലി ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ ചില ഫ്രണ്ട്സ് എല്ലാവരും സിനിമയിൽ ഇങ്ങനെ ഭയങ്കര ബിസിയായി നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ കണക്ഷൻ വെച്ച് നോക്കുന്ന. എൻ്റെ സ്കൂളിൽ പഠിച്ച ജിഷ, ഞങ്ങൾ 7th grade തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഇപ്പോഴും അവൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. എപ്പോഴും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ വരെ അവളുണ്ട്. കാരണം അവൾ ഫാമിലിയാണ് ശരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായ ഫ്രണ്ട്ഷിപ്സിൽ ഉള്ളതാണ് ശില്പ, മൃദുല. പിന്നെ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ശില്പയും മൃദുലയും ആണ് ആദ്യം അറിയുന്നുണ്ടായിരുന്നത്. അവരാണ് എൻ്റെ അടുത്ത് ക്ലോസ് ആയത്. ആ ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലേക്ക് ഞാനായിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് ഷഫ്ന, സൈനോറ, രമ്യ ഒക്കെ. അപ്പം പിന്നെ അവരൊക്കെ നമ്മളെല്ലാവരും ഇതായി. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മഞ്ജു ചേച്ചി, സംയുക്ത ചേച്ചി ഒക്കെ പറയുന്നവർ, പക്ഷെ അവർ മോർ ദൻ ഫ്രണ്ട്സ്, അവർ ചേച്ചി പോലെയാണ്. പക്ഷെ എന്തും ഷെയർ ചെയ്യാം, എന്തും നമുക്ക് ചെയ്യാം.
പിന്നെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സനീനൊക്കെ ഇപ്പോൾ അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പരിചയപ്പെട്ടതല്ല, കുറച്ചായിട്ടുള്ളൂ. പക്ഷെ ചിലതായിട്ട് അതങ്ങ് ഓർഗാനിക്കലി ഇതാവും. പിന്നെ എനിക്ക് ഷനീം പറഞ്ഞിട്ട് വേറെ ഫ്രണ്ട് ഉണ്ട്. പിന്നെ ഈവൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും നമുക്ക് എന്നും സംസാരിക്കില്ലെങ്കിലും നമുക്കുള്ള ആ ഒരു വൈബുള്ള കുറേ പേരുണ്ട്. ആസഫ്, പൃഥ്വി, അങ്ങനെ കുറേ പേരുണ്ടാവും. ഇപ്പോൾ ടോവി, അങ്ങനെയൊക്കെ കുറച്ച് പേര്. സോ അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. ഇതൊക്കെ ഓർഗാനിക്കലി ഉണ്ടായതാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഇയാളുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതേ അല്ല. അത് ഒരു നല്ല ഒരു ആ സൈഡിൽ കുറച്ച് ബ്ലെസ്ഡ് ആണ് ഞാൻ. എസ്പെഷ്യലി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആസിഫ് ഖാൻ നമ്മുടെ ഈ ഷോയിൽ വന്നിരുന്നു. ദാറ്റ് ടൈം ഹി വാസ് സെലിബ്രേറ്റിംഗ് 15 years ഓഫ് ഹിം ഇൻ ദ മൂവി ഇൻഡസ്ട്രി. അപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ടീമിന്റെ കൂടെ ചർച്ച ചെയ്തത്, one more next year you will be 25 years, so wish we could have celebrated, but let's see if we can celebrate this exactly next year this time. But ഈ ഫ്രണ്ട്സ് പോലെ തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡ് ബോയ്